കൊച്ചി വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ വഴി രക്തചന്ദനം കടത്താൻ ശ്രമിച്ച 2 പേർ കസ്റ്റഡിയിൽ. 500 കിലോ രക്തചന്ദനമാണ് DRDO പിടികൂടിയത്. ചൈനയിലേക്ക് കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലായത്. അതേസമയം 1.5 കോടിയുടെ അടയ്ക്ക കസ്റ്റംസ് പിടികൂടിയിട്ടുണ്ട്. ചിരട്ട എന്ന പേരിൽ എത്തിച്ച 23 ടൺ അടയ്ക്കയാണ് വല്ലാർപാടത്ത് പിടികൂടിയത്. ജിജിഷ് തുടരുകയാണ്. ജിജിഷ് പറയൂ. രാഗി, കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ വലിയ കള്ളക്കടത്തുകളാണ് പിടികൂടിയിട്ടുള്ളത്. അതിലൊന്ന് രക്തചന്ദനം, 500 കിലോ രക്തചന്ദനം പിടികൂടി. അത് പ്രധാനമായും എത്തിച്ചത് അങ്കമാലിയിൽ നിന്നാണ് ഇത് എത്തിച്ചത് എന്നൊരു വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് DRI നടത്തുകയും ചെയ്യുന്നത്. രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു 500 കിലോ രക്തചന്ദനം പിടികൂടിയത്. ഇതിലധികം കടത്തുന്നതിന് മുന്നോടിയായി ഒരു സാമ്പിൾ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൻ്റെ പരിശോധനകൾ നടക്കുന്നുണ്ടോ എന്നറിയുന്നതിന് ഭാഗമായാണ് ഈ 500 കിലോ കൊണ്ടുപോയത് എന്നാണ് മനസ്സിലാക്കുന്നത്. സാധാരണ നിലയിൽ രക്തചന്ദനം ദുബായ് വഴിയാണ് കൊണ്ടുപോകാറ്. എന്നാൽ നേരിട്ട് ചൈനയിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ടായിരുന്നു ഈ കണ്ടെയ്നറുകൾ എത്തിയത്. അങ്ങനെയാണ് അന്വേഷണ സംഘത്തിന് സംശയം തോന്നിയതും വിശദമായി തന്നെ ഈ കണ്ടെയ്നറുകൾ തുറന്ന് പരിശോധിച്ചത്. ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നത് അത് മരത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ പരിശോധനകൾ സാധാരണ നിലയ്ക്ക് ഇത്തരത്തിൽ പരിശോധനകൾ നടത്തുമ്പോൾ വെനീർ മുകളിൽ വെച്ചുകൊണ്ടാണ് ഇത് കൊണ്ടുപോയിരുന്നത്. വെനീർ പുറത്തിറക്കി പരിശോധിക്കുന്ന ഒരു സംവിധാനം സാധാരണ അന്വേഷണ സംഘത്തിനില്ല, കസ്റ്റംസിനില്ല. കാരണം ഇത് പൊടിഞ്ഞു പോകും എന്നതുകൊണ്ട് അത്തരത്തിൽ പരിശോധനയ്ക്ക് അന്വേഷണ സംഘം മുതിരാറില്ല. ഇത് മറയാക്കിക്കൊണ്ടാണ് ഈ ഒരു രക്തചന്ദന കടത്ത് നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് അടയ്ക്കയ്ക്ക് ഇന്ത്യയിലേക്ക് ഇറക്കുമതി നിരോധനമുള്ളതാണ്. ഇവിടെയുള്ള കർഷകരെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടെല്ലാം തന്നെയാണ് അത്തരം ഒരു നടപടിയിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ അടക്ക വലിയ തോതിൽ തന്നെ കൊണ്ടുവരുന്നുണ്ട് എന്ന ചില വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു വല്ലാർപാടത്ത് പരിശോധന നടത്തിയതും. ഏതാണ്ട് വലിയ അളവിലുള്ള അടക്ക 1.5 കോടിയോളം രൂപ വില വരുന്ന അടക്ക പിടികൂടുകയും ചെയ്തത്. ഇത് ചിരട്ടയാണ് എന്ന ലേബലിലാണ് കൊണ്ടുവന്നത്. ചിരട്ട കൊണ്ടുവരുന്നു എന്ന ലേബലിലാണ് കൊണ്ടുവന്നത് എങ്കിൽ കൂടി സംശയം തോന്നിയതിൻ്റെയും രഹസ്യ വിവരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിശദമായി പരിശോധിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ 23 ടണ്ണോളം അടയ്ക്കയാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് എന്ന് അന്വേഷണത്തിൽ വ്യക്തമായത്. വൻ തട്ടിപ്പാണ്, വൻ കടത്താണ് DRDO പിടികൂടിയത്. 500 കിലോ രക്തചന്ദനം കടത്താൻ ശ്രമിച്ച 2 പേരെയാണ് പിടികൂടിയത്.